പരിഹാരങ്ങൾ ആരായുകയും ചെയ്തു. പ്രശ്നവിധി പ്രകാരം ദേവീ സാന്നിധ്യം തിരികെ ആവാഹിക്കുന്നതിന് ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരക്രിയകളും നടത്തണമെന്നും ക്ഷേത്രതന്ത്രിയെ നിശ്ചയിച്ച് ശില്പിയുടെ ഉപദേശപ്രകാരം മുൻ സ്ഥാനങ്ങളിൽ പ്രധാന ദേവതയായ ശ്രീ ഭഗവതി, ഗണപതി, നാഗർ എന്നിവരെ പ്രതിഷ്ഠിക്കണമെന്നും തീരുമാനിക്കുകയുണ്ടായി. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി സഹായത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതിയെ സമീപിക്കുകയും ക്ഷേത്രം വക വസ്തുക്കൾ സമിതിയെ രേഖാമൂലം ഏൽപ്പിക്കുകയും ചെയ്തു. സമിതിയുടെ മേൽനോട്ടത്തിൽ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ മേലേവീട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആരംഭിക്കുകയും 1175 മകരം 5-ാം തീയതി 19/1/2000 ആണ്ട് ക്ഷേത്രതന്ത്രി ഇടമന ഇല്ലത്ത് ബ്രഹ്മശ്രീ ബാലമുരളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു. താന്ത്രിക വിധിപ്രകാരമുള്ള എല്ലാ പൂജകളും ഇപ്പോൾ മുടക്കമില്ലാതെ നടന്നുവരുന്നു. നിവേദ്യങ്ങൾ, അർച്ചന, നാഗരൂട്ട്, ആയില്യപൂജ, ഗണപതി ഹോമം, ഭാഗവത സപ്താഹയജ്ഞം, ദേവീ ഭാഗവത ആവാഹനയജ്ഞം, ഇങ്ങനെ വിവിധ സൽക്കർമ്മങ്ങൾ ദേവിയുടെ പ്രീതിക്കായി ചെയ്തുവരുന്നു. അഭീഷ്ടകാര്യത്തിന് നേർച്ച നടത്തുന്നവർക്ക് കാര്യസിദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. രോഗബാധിതർക്ക് രോഗശാന്തിയും, വ്യവസായികൾക്കും കച്ചവടക്കാർക്കും തൊഴിൽ അഭിവൃദ്ധിയും, വിവാഹ തടസ്സമുള്ള കുമാരികൾക്ക് മംഗല്യഭാഗ്യവും ലഭിക്കുന്നതായി അനുഭവങ്ങൾ നിരവധിയാണ്. ദേവീ കടാക്ഷമുണ്ടായാൽ അസാധ്യമായി എന്താണുള്ളത്? നിഷ്പ്രഭമായിരുന്ന ചൈതന്യം വിധിപ്രകാരമുള്ള പൂജകളിലൂടെ പ്രകാശമാനമായിരിക്കുന്നു. ദേവി പ്രസാദിച്ചിരിക്കുന്നു. ദേവിയുടെ ജ്യോതിസ് ഭക്തജനങ്ങളുടെ മനസ്സിന് സായുജ്യമരുളുന്നു. സർവമംഗളകാരിണിയും സർവാർത്ഥപ്രദായിനിയുമായ ശ്രീ മേലേവീട് ശ്രീ ഭദ്രകാളിയുടെ പാതാരവിന്ദങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അമ്മേ